പരിശുദ്ധാത്മാവേ എന്നിൽ വന്നു നിറയണമേ. പരിശുദ്ധാത്മാവേ കൃപ ചൊരിയണമേ. പരിശുദ്ധാത്മാവേ ശക്തി പകരണമേ. പരിശുദ്ധാത്മാവേ കൃപ ചൊരിയണമേ. പരിശുദ്ധാത്മാവേ ശക്തി പകരണമേ. ദിവ്യകാരുണ്യമായിട്ട് ഈശോ ഈ നിമിഷങ്ങളിൽ നമ്മുടെ മധ്യത്തിലേക്ക് എഴുന്നള്ളി വരികയാണ്. നമ്മെ സ്നേഹിക്കുവാൻ, കരുതലോടെ തൻ്റെ തിരുഹൃദയത്തോട് ചേർത്ത് പിടിക്കുവാനായിട്ട് ഈ വിശുദ്ധ കുർബാനയിലൂടെ ഈശോ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരികയാണ്. ഈശോയുടെ പീഡാനുഭവത്തെ പറ്റി ധ്യാനിക്കുന്ന ഈ തിരുമണിക്കൂറിൽ ദൈവത്തിൻ്റെ കരുണ ഈ ദിവ്യകാരുണ്യത്തിലൂടെ നമ്മുടെ ജീവിതത്തിലേക്ക് അവിടുന്ന് വർഷിക്കുകയാണ്. കർത്താവിൻ്റെ സ്നേഹവും കരുണയും യാചിച്ചുകൊണ്ട് അവിടുത്തെ സാന്നിധ്യം ഈ ദിവ്യകാരുണ്യത്തിലൂടെ നമുക്ക് ഏറ്റവും അടുത്ത് അനുഭവവേദ്യമാക്കി തരുന്ന കർത്താവിനെ നമുക്ക് കരങ്ങൾ ഉയർത്തി സ്തുതിച്ച് ആരാധിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ നന്ദി, ആരാധന, ആരാധന, ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ നന്ദി, ആരാധന, ആരാധന, ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ നന്ദി, ആരാധന, ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ നന്ദി, ആരാധന, ആരാധന. ഹല്ലേലൂയ. ഈശോയെ നന്ദി, ആരാധന. ഹല്ലേലൂയ. ഈശോയെ നന്ദി, ഈശോയെ സ്തുതി, ഈശോയെ ആരാധന. പ്രിയമുള്ളവരെ, വിശുദ്ധ ഔസേപിതാവ് തിരുക്കുടുംബത്തിൻ്റെ കാവൽക്കാരനും ഈശോയുടെ വളർത്തു പിതാവുമാണെന്ന് നാം വിശ്വസിക്കുന്നു. തൻ്റെ ജീവിതത്തിലൂടെ ഏറ്റവും വലിയ കരുതലും കാവലുമായി വിശുദ്ധ യോസേപിതാവ് തിരുക്കുടുംബത്തിന് മാറുകയാണ്. മത്തായിയുടെ സുവിശേഷത്തിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ 1-ാം അധ്യായത്തിൽ വിശുദ്ധ യോസേപിതാവ് സൂക്ഷിക്കുന്ന ഒരു രഹസ്യമുണ്ട്. താൻ വിവാഹ നിശ്ചയം ചെയ്തിരുന്ന സ്ത്രീ അവൾ ഗർഭിണിയാണ് എന്ന് കണ്ടപ്പോൾ അവളെ രഹസ്യമായിട്ട് ഉപേക്ഷിക്കുവാനായിട്ട് വിശുദ്ധ യോസേപ്പ് തീരുമാനിക്കുന്നതായിട്ട് വിശുദ്ധ ലിഖിതങ്ങളിൽ നമ്മൾ കാണുകയാണ്. എന്താണ് ഈ രഹസ്യമായി ഉപേക്ഷിക്കുക എന്നതിലൂടെ വിശുദ്ധ യോസേപിതാവ് അർത്ഥമാക്കിയത്? വിവാഹ നിശ്ചയം കഴിഞ്ഞിരുന്ന സമയത്ത് മറിയം ഗർഭിണിയായി കണ്ടപ്പോൾ അവൻ്റെ ജീവിതത്തിലേക്ക് മറ്റേത് യുവാവിൻ്റെ ജീവിതത്തിലും സംഭവിക്കുന്ന പോലെ തന്നെ വലിയ ദുഃഖം, വലിയ വ്യതകൾ, സങ്കടങ്ങളൊക്കെ ഈ കാരണം കൊണ്ട് കടന്നു വന്നു എന്നത് ഒരു സത്യം തന്നെയാണ്. വിവാഹ നിശ്ചയം കഴിഞ്ഞ സമയത്ത് വിവാഹം നടക്കാതെ പോയാൽ അതിൽ വലിയ രഹസ്യമൊന്നുമില്ല, അത് മറ്റുള്ളവരെല്ലാം അറിയും. ഇനി അവളെ ഉപേക്ഷിക്കാമെന്ന് വെച്ചാലും അവളെ ഉപേക്ഷിച്ചു കഴിഞ്ഞാൽ അതും കുറച്ച് നാളുകൾക്ക് ശേഷം മറ്റുള്ളവർ അറിയുക തന്നെ ചെയ്യും. എന്നാൽ വിശുദ്ധ യൗസേപിതാവിൻ്റെ ജീവിതത്തിൽ അവൻ സൂക്ഷിച്ചിരുന്ന രഹസ്യം എന്താണ്? മറിയം ഗർഭിണിയായത് അവർ തമ്മിലുള്ള ഒരു ശാരീരിക ബന്ധത്തിൽ അല്ലായിരുന്നു എന്നത് അവർ രണ്ടുപേർക്ക് മാത്രം അറിയാവുന്ന ഒരു രഹസ്യമായിരുന്നു. അതങ്ങനെ തന്നെ സൂക്ഷിക്കണമെന്നതായിരുന്നു വിശുദ്ധ യൗസേപിതാവിൻ്റെ മനസ്സിലുണ്ടായിരുന്ന ആ രഹസ്യം. അവൾ ഗർഭിണിയായത് നോർമലായ ഒരു ശാരീരിക ബന്ധത്തിലൂടെ ആയിരിക്കാമെന്ന് മറ്റുള്ളവർ കരുതുകയും എന്നാൽ യഹൂദരുടെ നിയമപ്രകാരം അവൾക്ക് ഒരു ഉപേക്ഷാപത്രം നൽകിക്കൊണ്ട് അവളെ ഉപേക്ഷിക്കുകയും ചെയ്യുക എന്നതായിരുന്നു വിശുദ്ധ യൗസേപിതാവിൻ്റെ ആ പ്ലാനും പദ്ധതിയുമൊക്കെ. അങ്ങനെ വിശുദ്ധ യൗസേപിതാവ് മറിയത്തെ ഉപേക്ഷിച്ചാൽ അവൻ ഒരുപാട് ബുദ്ധിമുട്ടുകളും വിഷമതകളുമൊക്കെ നേരിടേണ്ടതായിട്ട് വരും. എല്ലാവരും അവനെ കുറ്റമാരോപിക്കുവാനായിട്ട് തുടങ്ങും. വിവാഹ നിശ്ചയം കഴിഞ്ഞ് ഒരു സ്ത്രീയെ ഗർഭിണിയാക്കിയിട്ട് അവൾക്ക് ഉപേക്ഷാപത്രം കൊടുത്തുകൊണ്ട് അവളെ ഉപേക്ഷിച്ചു എന്ന ആ വലിയ കുറ്റം, ആ കുറ്റം അവൻ്റെ മേൽ ആരോപിക്കപ്പെടും. എന്നാൽ വിശുദ്ധ യൗസേപിതാവ് താൻ വിവാഹം കഴിക്കുവാനായിട്ട് നിശ്ചയിച്ചിരുന്ന ആ പെൺകുട്ടിയുടെ പേര് കളങ്കപ്പെടുത്തുവാൻ ഇഷ്ടപ്പെട്ടില്ല. അതിലുപരിയായിട്ട് അവളോടുള്ള അഗാധമായൊരു സ്നേഹം, അവളോടുള്ള അഗാധമായ ഒരു ആത്മാർത്ഥത അവൻ്റെ ജീവിതത്തിലുണ്ടായിരുന്നു. ഒരുപാട് വ്യതകളും കുറ്റാരോപണങ്ങളും തൻ്റെ ജീവിതത്തിൽ താൻ ഏറ്റെടുക്കേണ്ടി വരുമെന്ന് അവൻ അറിയാമായിരുന്നെങ്കിലും രഹസ്യമായി അവളുടെ കുറ്റങ്ങൾ പുറലോകമറിയാതെ
അതെല്ലാം തൻ്റെ കുറ്റമായി ഏറ്റെടുത്തുകൊണ്ട് മറിയത്തെ ഉപേക്ഷിക്കുവാനായിട്ട് അവൻ ഒരു പ്രോജക്റ്റ് തൻ്റെ ജീവിതത്തിൽ, ഒരു പ്ലാൻ, ഒരു പദ്ധതി അവൻ്റെ ജീവിതത്തിൽ അവൻ മെനഞ്ഞെടുക്കുകയാണ്. വിശുദ്ധ യൗസേപ്പ് പിതാവിൻ്റെ ഈ പ്ലാൻ എന്ന് പറയുന്നത് വളരെ സാഹസികമായ ഒരു കർമ്മ പദ്ധതിയാണ്. പഴി മുഴുവൻ താൻ ഏറ്റെടുത്തുകൊള്ളാം, എന്നാൽ അവളോടുള്ള സ്നേഹത്തെ പ്രതി ഒരു വ്യക്തിയും താൻ നിമിത്തം ജീവിതത്തിൽ പഴി ചാരപ്പെടരുത് എന്ന ആ വലിയ ആഗ്രഹം, താൻ കാരണം മറിയം അല്ലെങ്കിൽ മറിയത്തിൻ്റെ മേൽ കുറ്റം ആരോപിക്കപ്പെടരുത് എന്ന് വിശുദ്ധ യൗസേപ്പ് നിശ്ചയിക്കുകയാണ്. അതുകൊണ്ടാണ് അവളെ രഹസ്യത്തിൽ ഉപേക്ഷിക്കുവാൻ ഒരു ഉപേക്ഷാപത്രം നൽകിക്കൊണ്ട് അവളെ ഉപേക്ഷിക്കുവാനായിട്ട് വിശുദ്ധ യൗസേപ്പ് പ്ലാനും പദ്ധതിയും മെനഞ്ഞെടുക്കുന്നത്. ഉപേക്ഷിക്കുവാനായിട്ട് അവൻ നിശ്ചയിച്ച് എന്ന് പറയുന്നത് അത് ദൈവകൽപ്പനയുടെ ഭാഗമായിട്ടാണ്. ഉപേക്ഷിച്ചില്ലെങ്കിൽ അത് ദൈവകൽപ്പനയുടെ ലംഘനമായിട്ട് മാറും. അതായത് വ്യഭിചാരം ചെയ്ത ഒരു സ്ത്രീയെ ഭാര്യയായി സ്വീകരിക്കുന്നത് ദൈവ നിന്ദയായിട്ട് മാറും. അതുകൊണ്ടാണ് യൗസേപ്പ് പിതാവ് മറിയത്തെ ഉപേക്ഷിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നത്. ഒരു വശത്ത് ദൈവകൽപ്പന ലംഘിക്കാതെ, ദൈവത്തെ നിന്ദിക്കാതെ, ദൈവത്തിന് പ്രീതികരമായിട്ട് ജീവിക്കുക. മറുവശത്ത് വിവാഹം കഴിക്കുവാൻ പോകുന്ന, വിവാഹ നിശ്ചയം കഴിഞ്ഞവളോടുള്ള ആത്മാർത്ഥമായ നിഷ്കളങ്കമായ സ്നേഹം. ഇതിനിടയിൽ എല്ലാ നഷ്ടങ്ങളും താൻ തന്നെ ഏറ്റെടുത്തുകൊള്ളാമെന്ന് വിശുദ്ധ യൗസേപ്പ് തൻ്റെ ജീവിതത്തിൽ നിശ്ചയിക്കുകയാണ്. ഇങ്ങനെ വളരെ സാഹസ്യമായ ഒരു കർമ്മ പദ്ധതി മെനഞ്ഞെടുത്തുകൊണ്ട് അവൻ ദൈവത്തിൻ്റെ മുമ്പിൽ നിൽക്കുമ്പോൾ ദൈവം അവനോട് പറയുന്ന ഒരു കാര്യമുണ്ട്. യൗസേപ്പേ, നിന്റെ പദ്ധതി നീ അവിടെ മാറ്റിവെച്ചിട്ട് എൻ്റെ പദ്ധതി നീ ഏറ്റെടുക്കുക എന്ന്. ഒരുപക്ഷെ മാനുഷിക ബുദ്ധിക്ക് അതീതമായി ദൈവം പറയുകയാണ്, എൻ്റെ കൽപ്പനകളുണ്ട്, എന്നാൽ അതങ്ങ് മാറ്റിവെക്കുക. ഞാൻ നിന്നോട് പറയുകയാണ്, മറിയത്തെ ഭാര്യയായിട്ട് സ്വീകരിക്കുക. അവൾ ഗർഭിണിയായിരിക്കുന്നത് പരിശുദ്ധാത്മാവിനാലാണ്. നിന്റെ പ്ലാനും പദ്ധതിയുമൊക്കെ മാറ്റിവെച്ചിട്ട് എൻ്റെ ഹിതം നിറവേറ്റുക. ഞാൻ നിനക്കായിട്ട് തിരഞ്ഞെടുത്ത ഈ പദ്ധതി നീ ഹൃദയത്തിൽ ഏറ്റെടുത്തുകൊണ്ട് മറിയത്തെ ഭാര്യയായിട്ട് സ്വീകരിക്കുക എന്ന ആ ദൈവഹിതം യൗസേപ്പ് പിതാവ് മനസ്സിലാക്കിയപ്പോൾ ഗെത്സമേൻ തോട്ടത്തിൽ ഈശോ പ്രാർത്ഥിച്ചതുപോലെ അവനും പ്രാർത്ഥിച്ചു പോവുകയാണ്, പിതാവേ, എൻ്റെ ഇഷ്ടമല്ല നിന്റെ ഇഷ്ടം നിറവേറട്ടെ എന്ന്. ഇങ്ങനെ വെളിപ്പെട്ട് കിട്ടിയ ദൈവത്തിൻ്റെ ഹിതം ഏറ്റെടുത്തുകൊണ്ട് മറിയത്തെ തൻ്റെ ഭാര്യയായിട്ട് അവൻ സ്വീകരിക്കുകയാണ്. ഇതാണ് വിശുദ്ധ യൗസേപ്പ് പിതാവിൻ്റെ സമർപ്പണത്തിൻ്റെ മേന്മ എന്ന് പറയുന്നത്. ഇതാണ് വിശുദ്ധ യൗസേപ്പ് പിതാവിൻ്റെ കുടുംബ ജീവിതത്തിലെ സമർപ്പണം അല്ലെങ്കിൽ ദാമ്പത്യ ബന്ധത്തിലെ വിശുദ്ധി എന്ന് പറയുന്നത്. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൽ മാനുഷിക തലത്തിൽ നാം കണക്കുകൂട്ടി നിശ്ചയിക്കുന്ന പല കാര്യങ്ങളുമുണ്ട്. എന്നാൽ അത് യഥാർത്ഥത്തിൽ ദൈവത്തിന് പ്രീതികരമാകണമെന്നില്ല. നമ്മളുടെ പല ശരികളും ദൈവത്തിന് മുമ്പിൽ ശരികളാകണമെന്നില്ല. വെളിപ്പെട്ട് കിട്ടുന്ന ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിലുണ്ട്. നാം പ്രാർത്ഥനയിലൂടെ, പരിത്യാഗത്തിലൂടെ, കാരുണ്യപ്രവൃത്തികളിലൂടെയൊക്കെ ദൈവിക സാന്നിധ്യത്തോട് ഏറ്റവും അടുത്തു നിൽക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിലെ, നമ്മുടെ കുടുംബത്തിലെ, നമ്മുടെ ദാമ്പത്യ ബന്ധത്തിലേക്ക് ആ പ്രശ്നങ്ങളും വേദനകളും സങ്കടങ്ങളും കുറവുകളുമൊക്കെ ദൈവത്തിന് സമർപ്പിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ഒരുപക്ഷെ നാം നിശ്ചയിച്ചുറച്ചിരിക്കുന്ന പലതും ദൈവത്തിൻ്റെ മുൻപിൽ മാറ്റിവെക്കേണ്ടതായിട്ട് വരും. ദൈവത്തിൻ്റെ ഹിതം അനുവർത്തിക്കുവാനായിട്ട് നമ്മൾ നമ്മുടെ ശരീരവും മനസ്സും ആത്മാവും എല്ലാം വിട്ടുകൊടുക്കുമ്പോൾ ദൈവത്തിൻ്റെ ശരികൾ നമ്മൾ ജീവിതത്തിൽ ഏറ്റെടുക്കേണ്ടതായിട്ട് വരും. ദൈവത്തിൻ്റെ ശരികളെ നമ്മൾ വിശ്വസിക്കേണ്ടതായിട്ട് വരും. ആ ശരികളെ നമ്മൾ അനുസരിക്കേണ്ടതായിട്ട് വരും.
അവിടെ വലിയ സമർപ്പണത്തിൻ്റെ, ആത്മീയ പരിത്യാഗത്തിൻ്റെ ഒരു വിളിയുണ്ട്. ആ വിളി നാം സ്വീകരിക്കേണ്ടതായിട്ട് വരും. പ്രിയമുള്ളവരെ, വിശുദ്ധ യൗസേപ്പ് പിതാവിനെ പോലെ നമ്മളും കർത്താവിൻ്റെ പദ്ധതികൾ ഏറ്റെടുക്കണം. നമ്മുടെ കണക്കുകൂട്ടലുകൾ തെറ്റിയാലും ദൈവത്തിൻ്റെ ശരികൾ നടപ്പിലാക്കുന്നതാണ് യഥാർത്ഥമായ ക്രിസ്തീയ സമർപ്പണം എന്ന് പറയുന്നത്. ദാമ്പത്യ ബന്ധത്തിൽ പരസ്പരം കുറ്റമാരോപിക്കാതെ, കുറ്റം വിധിക്കാതെ, വിമർശിക്കാതെ, ദൈവിക പരിപാലനയിൽ ആശ്രയിച്ചുകൊണ്ട് ദൈവഹിതത്തിന് വിധേയരായി മാറിക്കൊണ്ട് നമ്മുടെ ആഗ്രഹങ്ങളും അഭിലാഷങ്ങളുമെല്ലാം മാറ്റി നിർത്തിയിട്ട് ദൈവം നമുക്കായിട്ട് വെളിപാടുകളിലൂടെ നൽകുന്ന ചില ശരികളുണ്ട്. പ്രാർത്ഥനയിൽ നമ്മൾ കണ്ടെത്തുന്ന ചില ശരികളുണ്ട്. ദൈവത്തിൻ്റെ സാന്നിധ്യത്തിലായിരിക്കുമ്പം നമ്മുടെ പല ശരികളും മാറ്റിവെച്ചിട്ട് കർത്താവിൻ്റെ ശരികൾ ജീവിതത്തിൽ ഏറ്റെടുക്കുന്ന ചില നിമിഷങ്ങളുണ്ട്. ആ നിമിഷങ്ങളാണ് യഥാർത്ഥത്തിൽ നമ്മുടെ കുടുംബത്തെ വിശുദ്ധീകരിക്കുന്നത്, നമ്മുടെ ദാമ്പത്യ ബന്ധങ്ങളെ വിശുദ്ധീകരിക്കുന്നത്, നമ്മുടെ വ്യക്തിബന്ധങ്ങളെ വിശുദ്ധീകരിക്കുന്നത്. വിശുദ്ധ യൗസേപ്പ് പിതാവിനെ ഒരു മാതൃകയായിട്ട് നമുക്ക് സ്വീകരിക്കാം. അവൻ്റെ മധ്യസ്ഥം നമുക്ക് അപേക്ഷിക്കാം. അവൻ്റെ സംരക്ഷണം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുവാനായിട്ട് വിശുദ്ധ യൗസേപ്പ് പിതാവിനോട് നമ്മുടെ കുടുംബത്തെ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. നസ്രത്തിലെ തിരുകുടുംബത്തിന് കാവലും കരുതലുമായി മാറിയ വിശുദ്ധ യൗസേപ്പ് പിതാവ് നമ്മുടെ ജീവിതത്തെ, നമ്മുടെ കുടുംബത്തെ, നമ്മുടെ വ്യക്തിബന്ധത്തെ ഏറ്റെടുത്ത് വിശുദ്ധീകരിക്കുവാനായിട്ട് നമ്മെ സഹായിക്കട്ടെ. നമുക്ക് ഈ നിമിഷങ്ങളിൽ നമ്മുടെ കുടുംബത്തെ വിശുദ്ധീകരിക്കുവാൻ, നമ്മുടെ വ്യക്തിബന്ധങ്ങളെ വിശുദ്ധീകരിക്കുവാൻ, ഒരുപക്ഷെ വിവാഹമോചനം വരെ എത്തി നിൽക്കുന്ന ചില കുടുംബ ബന്ധങ്ങൾ ഉണ്ടെങ്കിൽ അവയൊക്കെ കർത്താവിന് സമർപ്പിച്ചുകൊണ്ട് കർത്താവിൻ്റെ കരുണയ്ക്കായിട്ട് പ്രാർത്ഥിക്കാം. ഈ ആത്മീയ ശുശ്രൂഷയോടുകൂടെ ഓൺലൈനിലായിരുന്നു കൊണ്ട് കർത്താവിൻ്റെ കരുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന സകലരെയും നമുക്ക് ഈശോയ്ക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. അവരുടെ കുടുംബ ബന്ധങ്ങളെ, ദാമ്പത്യ ബന്ധത്തെ നമുക്ക് പ്രത്യേകമായിട്ട് ഈശോയ്ക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. വിശുദ്ധിയിലും വിശ്വാസത്തിലും വലിയ ആത്മീയ ബന്ധത്തിൽ ആയിരിക്കുവാനായിട്ട് നമുക്ക് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. വിശുദ്ധ യൗസേപ്പ് പിതാവിൻ്റെ മധ്യസ്ഥതയും സംരക്ഷണവും കാവലും കരുതലുമെല്ലാം ഈ ആത്മീയ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന സകലരെയും ജീവിതത്തെയും കുടുംബത്തെയും അനുഗ്രഹിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഒരിക്കൽ കൂടി നമ്മെയും നമ്മായിരിക്കുന്ന അവസ്ഥകളെയും നമ്മുടെ കുടുംബത്തെയും കുടുംബ ബന്ധങ്ങളെയും എല്ലാം ഈശോയ്ക്ക് സമർപ്പിച്ചുകൊണ്ട് ഈ സമാപന ആശീർവാദം നമുക്ക് സ്വീകരിക്കാം. ആരാധന 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 യേശുനാഥ. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന, എന്നുമെന്നും അങ്ങേക്കാരാധന, എന്നുമെന്നും